Good morning, students. In our last class, we have already completed 4 activities in the third unit, right? So today we are going to start with the activity 5. Okay, let's start then. Activity 5. Look at the passage from the story. Certain words in it are missing. The missing words tell more about the actions. Revisit the story and find out the missing words. Gracie, please, Lily begged again. I won't let you in under my umbrella, Gracie said. Lily could not control her tears. She wept. The rain also was cruel to her. It came down on her. Okay, when we are reading this paragraph, there itself we can understand that some words are missing here. So that words help these sentences to get better. Okay, it is telling more about the action. That is, അവർ ചെയ്യുന്ന കാര്യത്തിന് കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ്. We used to say that as adverbs. Okay, you already studied about a noun. Noun is a naming word and a verb action word. Next, adjective. Adjective in the sense a word which describes about the noun. Okay, noun നെ describe ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വേർഡാണ്. ഫോർ എക്സാമ്പിൾ, ഹീസ് എ ഗുഡ് ബോയ് എന്ന് പറയും. ഹീസ് എ ബോയ് പറഞ്ഞാൽ ദറ്റ് സെൻറ്റൻസ് ഇസ് കറക്റ്റ്, ബട്ട് വി ആർ ആഡിങ് വൺ മോർ വേർഡ് വിത്ത് ഇറ്റ്. ദറ്റ് ഇസ് ലൈക്ക് ഹീസ് എ ഗുഡ് ബോയ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പിക്ചർ. അങ്ങനെ പറയുമ്പോൾ ദ ബോയ് പിക്ചർ എന്നുള്ളത് നൗണാണ്. So we are using the word good and beautiful to explain about the noun, to describe the noun. അത് എങ്ങനെയുണ്ട്, അവന് ഒരു ഗുഡ് ബോയ് ആണ്, അതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പിക്ചറാണ്, അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് ആ നൗണിൻ്റെ കൂടെ. അതാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയുക. സോ അഡ്വെർബ് ഇൻ ദ സെൻസ് അഗൈൻ ഇറ്റ് ഈസ് എക്സ്പ്ലൈനിങ് അബൌട്ട് ദി വെർബ്. Okay, adjective explaining the noun, adverb explaining the verb, that is action word. For example, ഇവിടെ എന്താണ് ഇവിടെ ഒരു പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഷീ വെപ്റ്റ് ബിറ്റർഫുള്ളി. ഓക്കെ, ഷീ വെപ്റ്റ് ബിറ്റർഫുള്ളി. അതിൽ ഇങ്ങനെ കുറേ കരഞ്ഞിനുള്ളതാണ്. സോ ഇവിടെ കുറേ അവൾ കരഞ്ഞിനുള്ളത് ആ വെപ്റ്റിനുള്ള വേർഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്ത വേർഡാണ് ദറ്റ് ബിറ്റർഫുള്ളി എന്നുള്ള വേർഡ്. നോട്ട് അബൌട്ട് ദി സബ്ജക്റ്റ്. ഷീ എന്നുള്ളതാണ് ഇവിടെ നൗൺ, സബ്ജക്റ്റ്. ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി സബ്ജക്റ്റ് ബട്ട് അബൌട്ട് ദി വെർബ് ഓഫ് ദ sentence. It is used to describe about the verb. I will show you the correct answer now. See, Gracie, please, Lily begged again. Go away, girl. I won't let you in under my umbrella. So Gracie said stubbornly. Okay, Gracie said എന്നാണ് നമ്മൾ ഇവിടെ മുകളിൽ തന്ന പാരഗ്രാഫിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ വൺ മോർ വേർഡ് ഇസ് മിസ്സിങ് ദേ, ദറ്റ് ഇസ് stubbornly. എന്താണ്, ഇങ്ങനെ തർക്കിച്ച് വാശിക്ക് പറഞ്ഞ് ഞാൻ ഉള്ളിട്ട് എൻ്റെ അംബ്രലാൽ എന്നെ കൂട്ടൂല പറഞ്ഞിട്ട് ഉറപ്പിച്ച് അങ്ങനെ stubborn ആയിട്ട് പറഞ്ഞു. സോ അതേപോലെ നെക്സ്റ്റ്, ലിലി കുഡ് നോട്ട് കൺട്രോൾ ഹെർ ടിയേഴ്സ്. ഷീ വെപ്റ്റ് ബിറ്റർലി. Okay, bitterly, I told you, no? And then the rain also was quite cruel to her. It came down heavily on her. Okay, so mainly not all the adverbs, I won't say that all the adverbs are ending with ly, but maximum adverbs, that is we are using the stubbornly, bitterly, heavily. A word കാണുമ്പോൾ തന്നെ you can understand that it will be ending with the letters ly. ഓക്കെ, അതായത് എന്താണ് കാംലി, പീസ്ഫുള്ളി, പിന്നെ അങ്ങനെ കുറേ വേർഡ്സ് യു മേ ആൾറെഡി നോ ദറ്റ്, സ്ലോലി, ജെൻറ്റ്ലി, അങ്ങനെ കുറേ വേർഡ്സ് ഉണ്ട്. ഓക്കെ, ആൾ വേർഡ്സ് ഇറ്റ് യൂസ് ടു ബി എൻഡ് വിത്ത് ദ ലെറ്റേഴ്സ് ly, സോ ദാറ്റ് വി യൂസ് ടു സേ ദറ്റ് ആസ് അഡ്വെർബ്. ഓക്കെ, സോ വൺസ് അഗെയിൻ ഐ ആം ടെല്ലിങ് യു, ദിസ് ഇസ് എ വേർഡ്. ആ റെയിൻ കെയിം ഡൗൺ, അതെങ്ങനെയാണ് ഇങ്ങനെ റെയിൻ എങ്ങനെയാണ് ഉണ്ടായിരുന്നത്, ഇങ്ങനെ താഴത്ത് വരുന്നത് ഹെവിലി. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് അബൌട്ട് ദി rain but about the action, how it is coming down. It is about the action, heavily, ഭയങ്കര ഫോഴ്സ് ആയിട്ടാണ് ആ റെയിൻ ഉണ്ടായിരുന്നത്, അങ്ങനെയാണ് പറയുന്നത്. സോ adverb is a word which is used to describe the verb or action word. Clear? So അപ്പോൾ ഈ പാരഗ്രാഫിൽ you have to write there. Okay, list the missing words below. I will show you again.
list the missing words below. You may find more such words from the story and add to the list. So what are the missing words in the paragraph that is given here? Gracie said stubbornly. So first you have to write the word stubbornly, and then the rain it came down heavily. She wept bitterly. So idil three words are missing: stubbornly, bitterly, heavily. Okay, ly വെച്ചിട്ട് ഫിനിഷ് ആവുന്നത്. അതേപോലെ you have to read the story again. That is the little girl and the umbrella story is there, no? That you have to read once again, and you have to find out such words from the story, and then you have to write here. Okay, adverbിന് വരുന്ന വേർഡ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുക, and then you have to write the words here. Okay, maximum it will be ending with the letter ly. So those words you have to write here. For that you have to read the story again and find out the words. Clear? Okay. Then next activity. Activity 5 il thanne next page aanu. So now read the following story. Some words are underlined in it. Select apt words from the box below and place them before action words. Okay, so here inside the box they are giving some words. So we have to select the correct words, apt words in the sense correct words, and we have to write the words in front of the verb action word. Okay, adinte munnil ezhudana. So once upon a time there lived a hare and a tortoise in the forest. The hare always talked about his speed. So എന്താണ് ഇവിടെ ഇതാ എപ്പോഴും ഇങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ടിരിക്കും പ്രൗഡ്ലി. The hare always proudly talked about his speed. So first one answer is proud. And he made fun of the tortoise for his low speed. The hare challenged the tortoise to have a race with him. The tortoise accepted the challenge. So which will be the correct answer here? Yes, gently. Gently accepted the challenge. The race began. The crow was the referee. The hare was, you know the story, and everyone know the story, right? മുയലും ആമയ്ക്കും ഇടയ്ക്കിലുള്ള story ഇല്ലേ, same one. The hare ran very fast. The tortoise also ran. Tortoise എങ്ങനെയാ പോവാ ran? Yes, slowly, right? Not like fastly. You should not say ഇവിടെ fast എന്ന് ഒരു word ഉണ്ട്. I want to say that. So fast എന്നുള്ള word that is also adverb, but it is not ending with ly. Fastly we should not say. There is no word in English dictionary as fastly. അങ്ങനെ ഒരു വേർഡ് ഇല്ല. ഫാസ്റ്റ് ദറ്റ് ഇസ് ഇനഫ്, ദറ്റ് ഇസ് ദ കറക്റ്റ് വേർഡ്. ഓക്കെ, അത് അഡ്വെർബ് തന്നെയാണ്. എങ്ങനെയാണ് ഓടുന്നത്? സ്പീഡിലാണ് ഓടുന്നത്. അപ്പോൾ ഇറ്റ് ഈസ് ആൾസോ എക്സ്പ്ലൈനിങ് അബൌട്ട് ദ വെർബ്, ആക്ഷനെ പറ്റിയിട്ടാണ് പറയുന്നത്. സോ ഇവിടെ ഈ ഫാസ്റ്റ് എന്നുള്ള വേർഡ് അഡ്വെർബാണ്. ഹിയർ ആഫ്റ്റർ വെൻ യു ആർ സ്പീക്കിംഗ് യു ഷുഡ് നോട്ട് യൂസ് ദ വേർഡ് ആസ് ഫാസ്റ്റ്ലി. അങ്ങനെ ഒരു വേർഡ് ഇല്ല. Okay, so the tortoise also ran slowly we used to say, but fastly illa. Okay, slowly ആണ്. So ഇതിൻ്റെ ആൻസർ third one, slowly. He was left far behind. The hare stopped to take rest under a tree. He fell asleep. The tortoise passed him and reached the winning post. എങ്ങനെയാണ് റീച്ച് ചെയ്തിട്ടുണ്ടാവും? ബ്രേവ്ലി. ഓക്കെ, ധൈര്യത്തോട് ഫ്രണ്ടിലേക്ക് പോയി. The hare woke up a little later and ran very fast. He saw that the tortoise was already there at the winning post. He had won the race. The hare lowered his head. So endana obviously it's same, fully lowered his head. Okay, so you just write the answer in front of the words. Now next one, activity 6. Nanda taught her pet many things. So every morning her pet dog Tuffy brings her the newspaper. When she says bring the newspaper, Tuffy carries her school bag. When she says take my bag, Tuffy. Look at the following pictures. Write the instruction Nanda would give to Tuffy. So here when we are giving the order or command, okay, ഇങ്ങനെ എന്താണ് ഒരു ഓർഡർ പോയിട്ട് നമ്മൾ പറയുമ്പോൾ it has to be start with the verb. ഓക്കെ, എന്താണ് സബ്ജക്റ്റ് വെച്ചിട്ടല്ല. ഫോർ എക്സാമ്പിൾ യു ടേക്ക് മൈ ബാഗ് ടഫി, അങ്ങനെയല്ല. ഓക്കെ, ടേക്ക് മൈ ബാഗ്, യു, ഹി, അങ്ങനത്തെ ഫ്രണ്ടിൽ ഈ സബ്ജക്റ്റ് അല്ലെങ്കിൽ പ്രോനൗണോ അല്ലെങ്കിൽ നൗണോ അങ്ങനെ ഒരു വേർഡ്സ് ഇല്ലാതെ ജസ്റ്റ് നമ്മൾ പറയുമല്ലോ ക്ലോസ് ദ ഡോർ, ഓപ്പൺ ദ ഡോർ, സ്റ്റാൻഡ് ദെയർ, സിറ്റ് ദെയർ, കം ഹിയർ, അങ്ങനെയൊക്കെ നമ്മൾ കുറേ വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട് അല്ലേ. സോ കീപ് ക്വയറ്റ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ ദ ബിഗിനിങ് വേർഡ് ഇസ് എ
verb. Okay, so when we are giving a command, an order, it should start with the verb. Okay, so ഇവിടെ ടേക്ക് എന്നുള്ളതും പിന്നെ ബ്രിങ് എന്നുള്ളതൊക്കെ വെർബാണ്. നമ്മൾ ഓർഡർ പറയുമ്പോൾ വെർബ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ഇതിൽ ടഫി എന്നുള്ള ഡോഗാണ്. നന്ദ ഈസ് ഗിവിങ് കമാൻഡ്സ്. തോട്ട് വെച്ചാൽ എന്താണ്, പഠിപ്പിക്കാൻ എന്തൊക്കെയാണ് എങ്ങനെയാണ് ചെയ്യേണ്ടതിന് ഇങ്ങനെ കമാൻഡ് കൊടുത്തിട്ട് പഠിപ്പിക്കാൻ. സോ ഇവിടെ കുറച്ച് പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. സോ റിലേറ്റഡ് ടു ദാറ്റ് പിക് വി ഹാവ് ടു റൈറ്റ് ഇൻസ്ട്രക്ഷൻസ്. സോ now first one we can see what is the dog is doing. It is playing with a ball. So what can we write here? Namda says toss the ball Tuffy. അല്ല, അങ്ങനെ ടോസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. Toss the ball Tuffy. So you have to write TOSS, toss the ball Tuffy. Then second one, Nanda says എന്താണ്, അവിടെ ഒരു നെക്സ്റ്റ് പിക്ക് എന്താ, ഇങ്ങനെ വാളിൻ്റെ മുകളിൽ കൂടി ഇങ്ങനെ ചാടാണ്. സോ യു ക്യാൻ റൈറ്റ് നന്ദ സേസ് ജംപ് ഓവർ ദ വാൾ ടഫി. അതർവൈസ് ജംപ് ഓവർ ദ, വി ക്യാൻ സേ ദറ്റ് എസ് കനാലായിട്ട് നമ്മൾ വേണമെങ്കിൽ എഴുതാം. യു ക്യാൻ റൈറ്റ് യുവർ ഓൺ. ഐ എം ജസ്റ്റ് ഗിവിങ് വൺ ആൻസർ. ഓക്കെ, ജംപ് ഓവർ ദ കോമ്പൗണ്ട് or jump over the wall Tuffy. Okay, jump over the wall, or there is jump over the compound, there is jump over the canal Tuffy. You can write anything. Then next one, it is dig ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. സോ നമ്മൾ എന്താ പറയുക, നന്ദ സേസ് ഡിഗ് ദ ഫീൽഡ് Tuffy, മേക്ക് എ ഡിഗ്. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും പറയാം, മേക്ക് എ ഡിഗ് അല്ലെങ്കിൽ ഡിഗ് ദ ഫീൽഡ് Tuffy. And then last, it is, you can there are, we can say that here one is it is lying, എന്താണ് ലൈ ഡൗൺ, കിടക്കുന്നത് പോലെ തോന്നും, അല്ലെങ്കിൽ എന്താണ് ഡാൻസ് ചെയ്യിക്കുന്നത് പോലെ തോന്നും. സോ വാട്ട് എവർ യു ഫീൽ വെൻ യു സീ ദ പിക്ചർ ദാറ്റ് യു ക്യാൻ റൈറ്റ്. നന്ദ സേസ് ലൈ ഡൗൺ Tuffy, നന്ദ സേസ് ഡാൻസ് Tuffy. ഓക്കെ, സോ അങ്ങനെ എന്താണ്, യു ക്യാൻ റൈറ്റ് യുവർ ഓൺ ഇമാജിൻ. നിങ്ങൾക്ക് എന്താണോ പിക്ചർ കണ്ടിട്ട് തോന്നുന്നത് അത് എഴുതാം. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻസ് ആർ, ഡു യു ഹാവ് പെറ്റ്സ് അറ്റ് ഹോം? ലാസ്റ്റ് ക്ലാസ്സിൽ ഐ ഹാവ് എക്സ്പ്ലെയിൻ ദിസ് ടു യു. ഇഫ് എ ക്വസ്റ്റ്യൻ ഇസ് സ്റ്റാർട്ടിങ് വിത്ത് എ ഹെൽപ്പിംഗ് വെർബ്, ദ ആൻസർ ഹാസ് ടു ബി വിത്ത് ദ യെസ് ആർ നോ. ഇസ്ന്റ് ഡു എന്നുള്ളത് ഹെൽപ്പിംഗ് വെർബാണ്. സോ അപ്പോൾ ആൻസർ എഴുതുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, എന്നെങ്കിൽ യെസ് ഉണ്ടാവണം അല്ലെങ്കിൽ നോ ഉണ്ടാവണം. So do you have pets at home? If you have pets at home, you can write yes, I have pets at home. If it is no, no, I don't have pets at home. Second one, do you play with your pets? Yes, I play with your pets. I play with my pets. Yes, I play with my pets. No, I don't play with my pets. What are the things your pets can do? Okay, അത് ഇപ്പോൾ നിങ്ങളുടെ വീട്ടിൽ പെറ്റ്സ് എന്തൊക്കെ ചെയ്യും, that you can write. My pets can എന്താണ് ടേക്ക് മൈ ബുക്ക്, പിന്നെ ഓപ്പൺ ദ ഗേറ്റ്, വാട്ട് എവർ ദേ ക്യാൻ ടോക്ക്. ഇഫ് പാരറ്റ്സ്, ഇൻ സം ഹൗസസ് ദേ യൂസ്ഡ് ടു ഹാവ് പാരറ്റ്സ്, ദേ യൂസ്ഡ് ടു ടോക്ക്. സോ മൈ പാരറ്റ് ക്യാൻ ടോക്ക്. അങ്ങനെ വാട്ട് എവർ ദേ ആർ ഡൂയിങ് ദറ്റ് യു ക്യാൻ റൈറ്റ് ഡൗൺ. സോ ഹൗ വിൽ യു മേക്ക് യുവർ പെറ്റ്സ് ഡു തിങ്സ്? അതെങ്ങനെയാണ് അവരെ ചെയ്യിപ്പിക്കുന്നത്, അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്? സോ നിങ്ങൾ ഏത് രീതിയിലാണോ നിങ്ങളുടെ വീട്ടിലെ പെറ്റ്സിനെ കാര്യങ്ങൾ പഠിപ്പിക്കുന്നത്? ഒക്കെ ഇങ്ങനെ ഓർഡർ കൊടുത്തിട്ട് ഇങ്ങനെ ഓരോന്ന് കാണിച്ചു കൊടുത്തിട്ട് അങ്ങനെ എങ്ങനെയാണോ പഠിപ്പിക്കുന്നത് അതിന് ആൻസറായിട്ട് എഴുതാം. ഓക്കെ, and then next it's an editing. Read the passage given below. There are few errors in it. They are underlined. So we have to do the editing. In last exam itself, I have completely explained to you how to do an editing, right? So once upon a time, there living a lion in a forest. So there living, ing കൂട്ടി വരുമ്പോൾ it should have a ഫസ്റ്റ് എന്ത് ചെയ്യണം, അതിൻ്റെ മുന്നിൽ ഈസ്, വാസ്, ആര്, ആം അങ്ങനെ എന്തെങ്കിലും ഒരു വേർഡ് വരും അല്ല, അല്ലാണ്ട് പ്ലെയിൻ ആയിട്ട് ING വരില്ല. സോ ബിഫോർ ദാറ്റ് വി ഹാവ് ടു റീഡ് ദ പാരഗ്രാഫ് കംപ്ലീറ്റ്ലി ആൻഡ് വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ഇൻ വിച്ച് ടെൻസ് ഇറ്റ് ഈസ് യൂസിങ് ഇൻ ദ ഹോൾ പാരഗ്രാഫ്സ്. So based on the tense only we have to write here. So when we are reading we can understand that it is with past tense. Okay, it is with, you can see came, was, പിന്നെ got, felt, എന്താണ് പിന്നെ അഗൈൻ വാസ്, ദെൻ കേം ഉണ്ട്, ദെൻ ദ മൗസ് ബിക്കേം ഉണ്ട്. സോ ദീസ് വേർഡ്സ് ആർ ഇൻ പാസ്റ്റ് ടെൻസ്. സോ ഡെഫിനറ്റ്ലി ലിവിങ് ആൾസോ വി ഹാവ് ടു റൈറ്റ് ഇൻ പാസ്റ്റ് ടെൻസ്. സോ ലിവിങ് ഇൻ ദ പാസ്റ്റ് ടെൻസ് എന്താ, ലിവ്ഡ്.
there lived a lion in a forest. So first one answer. So first one answer, living a lion, it is lived. Okay, lived a lion in a forest. Then it was again was വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ എന്തായിരിക്കും ചെയ്ത ing കൂട്ടിയിട്ട് കണ്ടിന്യൂസ് ടെൻസിൽ it was sleeping. It was sleeping. Okay, sleep എന്നാണ് അവിടെ ഉള്ളത്. So the answer is sleeping. It was sleeping under a tree. After a while there came a mouse and it started. Okay, again we have to write in past tense, right? It is in present tense, so we have to write in past tense. അല്ല present tense ആകുമ്പോൾ ഇട്ട് കഴിഞ്ഞിട്ട് സ്റ്റാർട്ട്സ് എന്നാണ് നമ്മൾ എസ് കൂട്ടിയിട്ടാണ് എഴുതുക. പ്രസൻറ്റ് ടെൻസ് ആണെങ്കിലും ഇവിടെ പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് we have to write it as started to play on the line. And the lion got up and roared angry. എന്തായിരിക്കും? angrily. ഓക്കെ, റോർഡ് ആക്ഷൻ അഗൈൻ റോർ, അത് ഒച്ചുണ്ടാക്കണ ദേഷ്യത്തിൽ ഇങ്ങനെ ഒച്ചുണ്ടാക്കി. സോ ഇറ്റ് ഈസ് അബൌട്ട് ദി ആക്ഷൻ. നമ്മളിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ അഡ്വെർബ് ആംഗ്രീലി. ഓക്കെ, യു ഹാവ് ടു കട്ട് ദ വൈ ആൻഡ് റൈറ്റ് ANGRILY. ANGRILY, angrily. Okay, again the mouse requested the lion forgive it. So ഇവിടെ അഗൈൻ forgive കൊടുത്തിട്ടുണ്ട്. സോ forgive പ്രസൻറ്റ് ടെൻസിലാണ് കൊടുത്തത്. അപ്പം നമ്മൾ requested ആൾറെഡി അവിടെ പാസ്റ്റ് ടെൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇവിടെ എന്താ വരിക? to forgive. ടോൾഡ് യു അഗൈൻ ടു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത് എപ്പോഴും ആൾവേസ് നമ്മൾ എന്താണ് ബേസ് ഫോമാണ് യൂസ് ചെയ്യുക. വെർബിൻ്റെ ബേസ് ഫോം യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മുന്നിൽ എന്തായിരിക്കും? ടു എന്നുള്ള വേർഡ് വരും. സോ to forgive it. The lion felt pity and let it go on another day. So ഇവിടെ എന്താ ഓണിൽ കയറിയിട്ടുണ്ടാവുക? യെസ്, ക്യാപിറ്റൽ ലെറ്റർ. The beginning of the letter should be start with the capital letter. So on another day the lion was caught in a net by a hunter. Okay, and then it is caught. അതിൻ്റെ past perfect ആണ് എഴുതേണ്ടത്. CAUGHT, caught in a net by a hunter. The mouse there came. So we have to rearrange. Okay, ഇവിടെ വേർഡ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ടുണ്ട്. സോ വി ഹാവ് ടു റീഅറേഞ്ച്. കേം ദർ, ദർ കേം എന്നുള്ളത് കേം ദർ എന്നാണ് മാറ്റാം. ആൻഡ് കട്ട് ദ നെറ്റ്. ദർ ആഫ്റ്റർ ദ മൗസ് ദ ലയൺ ബിക്കെയിം ഫ്രണ്ട്സ്. സോ ഇതിൽ എന്താ മിസ്സായിട്ടുള്ളത്? യെസ്, conjunction. The word and the mouse, it is used to connect two words. The mouse and the lion became friends. The mouse and the lion became friends. Okay, so these are the editing that you have to do. So after doing these correction you have to rewrite the paragraph here. ഇവിടെ സ്ഥലം കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ മിസ് പറഞ്ഞ കറക്ഷനൊക്കെ വെച്ചിട്ട് ശരിയാക്കിയിട്ട് you have to write the correct answer here. Okay. And the next, it's a project work. So read the following sentences. The boys sat quietly in the class. Children danced happily at the party. I was extremely excited to see the film star. Okay, so again it is adverb used here. After the verb it is explaining എന്താണ് അവർ ക്വയറ്റായിട്ട് ഇരിക്കുകയാണ്, അവർ ഇരിക്കുന്ന കാര്യം, അവർ ചെയ്യുന്ന കാര്യത്തിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. സോ അഡ്വേർബ്. അവരെന്താ ഹാപ്പിലി ഡാൻസ് ചെയ്യാണ്, അഗെയിൻ ആക്ഷൻ വേർഡ്. പിന്നെ എക്സ്ട്രീംലി എക്സൈറ്റഡ്, അവരെങ്ങനെ നല്ല ഭയങ്കര എക്സൈറ്റഡ് ആയിരിക്കുകയാണ് ഫിലിം സ്റ്റാറിനെ കാണാൻ വേണ്ടിയിട്ട്. സോ ദ അണ്ടർലൈൻഡ് വേർഡ്സ് ഡിസ്ക്രൈബ് ആർ മോഡിഫൈ ആക്ഷൻ വേർഡ്സ് ഇൻ ദ സെൻറ്റൻസസ്. ഫോർ എക്സാമ്പിൾ, in the first sentence the word quietly describes the action word sat. In the second sentence again happily എന്നുള്ള വേർഡ് എന്തിനെ ഡിസ്ക്രൈബ് ചെയ്യാണ്? ഡാൻസ്ഡ് എന്നുള്ളത്. അത് നൗ ക്യാൻ യു ഫൈൻഡ് ഔട്ട് ദ ആക്ഷൻ വേർഡ് ആൻഡ് ദ മോഡിഫയിങ് വേർഡ് ഇൻ ദ തേർഡ് സെൻറ്റൻസ്? ഏതാണ് ആക്ഷൻ വേർഡ്? എക്സൈറ്റഡ്. യെസ്. മോഡിഫയിങ് വേർഡ് എന്താ? എക്സ്ട്രീംലി. ഓക്കെ, അഡ്വർബ്. ഹിയർ മോഡിഫയിങ് ആക്ഷൻ വേർഡ് എന്ന അഡ്വർബാണ്. So here is a project work for you. Given below are some action words. Refer to a dictionary and pick out words that describe or modify these action words. You may also try to find out the meaning of these words. So ഇവിടെ കുറേ action words കൊടുത്തിട്ടുണ്ട്, that too in past tense. പാസ്റ്റ് ടെൻസിലാണ് ഫുൾ. ഇവിടെ എല്ലാം മൊത്തം വേർഡ്സും പാസ്റ്റ് ടെൻസിൽ കൊടുത്തിട്ടുണ്ട്. സോ ഇതേപോലെ നമ്മൾ എന്ത് എഴുതണം? ഇവിടെ ഒരു മോഡിഫയിങ് വേർഡ് എഴുതണം റിലേറ്റഡ് ആയിട്ട്. സാങ് സ്വീറ്റ്ലി, ഷൗട്ടഡ് ലൗഡ്ലി, ഡാൻസ്ഡ് ഹാപ്പിലി, ഫോട്ട് ഫിയർസ്ഫുള്ളി, അങ്ങനെ ഓരോരോ ഇങ്ങനെ എൽബോയ് കൂട്ടിയിട്ടുള്ള വേർഡ് കേട്ടോ.
said calmly, crossed carefully, okay, spoke gently, then waited calmly. അങ്ങനെ കുറേ എന്താണ് യു ക്യാൻ റൈറ്റ് യുവർ ഓൺ വേർഡ്സ്. അതർവൈസ് ഇവിടെ പറഞ്ഞതുപോലെ യു ക്യാൻ എന്ത് ചെയ്യുക, യു ക്യാൻ റെഫർ എ ഡിക്ഷണറി ആൻഡ് റൈറ്റ് ഡൗൺ ദ വേർഡ്സ്, മോഡിഫയിങ് വേർഡ്സ്, ദറ്റ് ഇസ് അഡ്വെർബ്സ്. ഇവിടെ മോഡിഫയിങ് വേർഡ്സ് പറയുന്നത് അഡ്വെർബാണ്. ആ വേർഡ് ചൂസ് ചെയ്തിട്ട് ഇവിടെ എഴുതാം. ഓക്കെ, ഇൻ ദിസ് സെറ്റ് ആൻഡ് ദെൻ ആഫ്റ്റർ ഫിനിഷിംഗ് ദാറ്റ് next write meaningful sentences using the action words and the modifying words. Arrange them in alphabetical order and prepare a mini dictionary. ഓക്കെ, സോ നമ്മൾ എന്താ ചെയ്യണം, പിന്നെ അങ്ങനെ വേർഡ്സ് അങ്ങനെ മോഡിഫയിങ് വേർഡ് എഴുതിയതിന് ശേഷം വി ഹാവ് ടു റൈറ്റ് എ സെൻറ്റൻസ്. ഓക്കെ, ദറ്റ് ഈസ് ഒരു സെൻറ്റൻസ് ആക്കണം. ഫോർ എക്സാമ്പിൾ ഇവിടെ സാങ് സ്വീറ്റ്ലി എന്നുണ്ടെങ്കിൽ ഷീ സാങ് സ്വീറ്റ്ലി, അതർവൈസ് രാധ സാങ് സ്വീറ്റ്ലി. അതേപോലെ ഷൗട്ടഡ്, ദ ബോയ് ഷൗട്ടഡ് ലൗഡ്ലി. അങ്ങനെ നമ്മൾ എഴുതാൻ വെക്കുക. അപ്പോൾ അതിൻ്റെ ഈ സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ എന്താ, രാധ എന്ന് പറയുമ്പോൾ ആറാണ്. അതേപോലെ ദ ബോയ് പറയുമ്പോൾ ദ എന്നുള്ളത് ടി ആണ്. സോ വെൻ വി ആർ കംപ്ലീറ്റിംഗ് ദീസ് ലൈൻസ്, completing the sentences, we have to write the sentences in alphabetical order. Okay, നമ്മൾ എ ബി സി ഡിൻ്റെ ഒരു ഓർഡർ ഉണ്ടല്ലോ. സോ ആ ഓർഡറിലാണ് എഴുതേണ്ടത്. ഇപ്പോൾ സം സെൻറ്റൻസ് യു മേ റൈറ്റ് വിത്ത് ദ സെയിം ലെറ്റർ. ഓക്കെ, ഒരു സെൻറ്റൻസിൽ യെസ് യെസ്, അല്ലെങ്കിൽ ഒരു 3 സെൻറ്റൻസിൽ തന്നെ ഫേസ്റ്റ് ലെറ്റർ യെസ് യെസ് എന്നാണ് വരുന്നതെന്ന് വെക്കുക. അപ്പോൾ അത് നമ്മൾ എങ്ങനെ അറേഞ്ച് ചെയ്യും, ഡിക്ഷണറിയിൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഫേസ്റ്റ് ലെറ്റർ സെയിം ആണെങ്കിൽ വി ഹാവ് ടു സീ ദ സെക്കൻഡ് ലെറ്റർ, റൈറ്റ്. അപ്പോൾ സെക്കൻഡ് ലെറ്റർ നോക്കാം. സെക്കൻഡ് ലെറ്റർ വേറെ വേറെ ഉണ്ടാവും. ഒരു ഇതിൽ ഇപ്പോൾ ഇ ഉണ്ടാവും, ഒരു ഇതിൽ എൽ, ഒരു ഇതിൽ എം ഉണ്ടെങ്കിൽ അപ്പോൾ ഏതാ ഫസ്റ്റ് ഓർഡറിൽ അൽഫബറ്റിക് ഓർഡറിൽ ഏതാ ഫസ്റ്റ് വരിക, ഇ ആണ് അല്ലേ. പിന്നെ സെക്കൻഡ് എൽ വരും, പിന്നെ എം വരും. സോ അങ്ങനെ നോക്കാം. ഇനിയിപ്പോൾ സെക്കൻഡ് ലെറ്ററും സെയിം ആണെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ ദ തേർഡ് ലെറ്റർ, തേർഡ് ലെറ്റർ സെയിം, ഫോർത്ത് ലെറ്റർ. അങ്ങനെയാണ് ഡിക്ഷണറിയിൽ ഉണ്ടാവുക. സോ അതേ രീതിയിലാണ് യു ഹാവ് ടു ഡു ഹിയർ ആൾസോ. ഓക്കെ, സോ യു ജസ്റ്റ് സീ ടു ദറ്റ് by using the action and modifying words. First thing, you have to write a complete sentence, meaningful sentence, and then you have to rearrange the words according to the alphabetical order like it is given in dictionary. So that's what you have to do here. This is a project work. You can write in this, otherwise you can write in a A4 sheet, then you can send it to me. No need to write in A4 sheet, you can write it here itself. And if you have any doubt in it, then you can call or send a message to me in WhatsApp. Okay, so that's all for today. Complete all these activities. With this activity, this unit is over. From our next class onwards, we are going to start with a new book. Okay, so thank you, children.